ഹായ് വെൽക്കം ടു സെൻട്രൽ സ്കൂൾ ഓഫ് ലൈഫ് സയൻസസ്. ഇന്നിതാ നമ്മള് ബയോസ്റ്റാറ്റിലെ രണ്ടാമത്തെ ഒരു ക്ലാസ് ആണ് എടുക്കാൻ പോകുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ കോറിലേഷൻ അനാലിസിസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ കോറിലേഷൻ അനാലിസിസിനെ പറ്റിയിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ നമ്മുടെ എഫോടെ എക്സാമിന് വന്നിട്ടുള്ളതാണ്. വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഇത് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് കോറിലേഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ടു മെഷർ ദ ഡിഗ്രി ആൻഡ് ഡയറക്ഷൻ ഓഫ് റിലേഷൻഷിപ്പ്. അതായത് സപ്പോസ് രണ്ട് വേരിയബിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക, എക്സ് ആൻഡ് വൈ. രണ്ട് വേരിയബിൾസ് ഉണ്ട്, ഞാൻ നൊട്ടേറ്റ് ചെയ്ത് കാണിച്ചു തരാം. രണ്ട് വേരിയബിൾസ് ആണ് ഉള്ളത്, എക്സും വൈയും. ഓക്കെ, അപ്പൊ എക്സും വൈയും എന്നുള്ള രണ്ട് വേരിയബിൾസ് എടുത്തിട്ടുണ്ട്. അതില് ഇവർ തമ്മിലുള്ള ബന്ധം, അതായത് എക്സ് കൂടുമ്പോൾ വൈക്ക് എന്ത് സംഭവിക്കുന്നു. അപ്പൊ എക്സ് കൂടുമ്പോൾ വൈക്ക് എന്ത് സംഭവിക്കുന്നു, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആൻഡ് എക്സ് കൂടുമ്പോൾ വൈ കൂടുകയാണെങ്കിൽ അവര് ഒരേ ഡയറക്ഷൻ, സെയിം ഡയറക്ഷൻ ആണെന്ന് നമുക്ക് പറയാം, അല്ലേ? നൊട്ടേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ വീഡിയോ സ്ലോ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ 2x കേൾക്കുക. ഓക്കെ, അപ്പൊ എക്സ് കൂടുമ്പോൾ വൈ കൂടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇവർ സെയിം ഡയറക്ഷനിലേക്കാണ് കൂടുന്നതെന്ന് പറയാം. ഇനി എക്സ് കുറയുമ്പോൾ, അല്ല, എക്സ് കൂടുമ്പോൾ വൈ ഇപ്പൊ കൂടി. ഇനി അടുത്ത കേസിൽ എക്സ് കൂടിയപ്പോൾ വൈ കുറഞ്ഞു. എന്നാൽ നമുക്ക് എന്ത് പറയാം? ഇവര് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ റിലേഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് നമുക്ക് പറയാം, അല്ലെ? ഓക്കെ, അപ്പൊ കോറിലേഷൻ ഇത്രയേ ഉള്ളൂ. രണ്ട് വേരിയബിൾസ് ഉണ്ടാവും. രണ്ട് വേരിയബിൾസിന്റെ കോറിലേഷൻ, തമ്മിലുള്ള റിലേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോറിലേഷൻ അനാലിസിസ് ചെയ്യുന്നത്. അപ്പൊ ഒരു വേരിയബിൾ കൂടുമ്പോൾ മറ്റേ വേരിയബിളിൽ എന്ത് സംഭവിക്കുന്നു, അവർ ഏത് ഡയറക്ഷനിലേക്ക് പോകുന്നു, ഇതാണ് നമ്മൾ ഈ ഒരു എന്താണ് അനാലിസിസ് വഴി മനസ്സിലാക്കുന്നത്. ഫിഷറി സ്റ്റാറ്റിസ്റ്റിക്സിലാണെങ്കിൽ നമുക്ക് എന്താണ് ഒരു ഫാക്ടർ എങ്ങനെ മറ്റൊരു ഫാക്ടറിനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് റിസർച്ചേഴ്സ് യൂസ് ചെയ്യുന്നത് കോറിലേഷൻ അനാലിസിസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഫിഷിന്റെ ലെങ്തും വെയിറ്റ്. അപ്പൊ ഫിഷിന്റെ ലെങ്തും വെയിറ്റും ആണ് നമ്മുടെ ഇതാ ലെങ്ത്, വെയിറ്റ്. ഓക്കെ, അപ്പൊ ലെങ്ത് കൂടി, ലെങ്ത് എന്ന് പറയുന്നതാണ് ഇവിടെ എക്സ് എന്ന് നമ്മൾ എടുത്തു. ഓക്കെ, ലെങ്ത് എക്സ് ആണ്, ഫിഷിന്റെ ലെങ്ത് ആണ് എക്സ്, വൈ എന്താണ്? വെയിറ്റ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലെങ്ത് കൂടുമ്പോൾ വെയിറ്റ് കൂടുന്നു എന്നുള്ള ഉള്ള ഒരു റിലേഷൻ. അപ്പം ലെങ്തും അല്ലെങ്കിൽ ഫിഷ് ലെങ്തും വെയിറ്റിന്റെയും എന്താണ് അവരുടെ ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ് നമുക്ക് പറയാം. അതായത് ഒരെണ്ണം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫാക്ടർ കൂടുമ്പോൾ മറ്റൊരു ഫാക്ടർ എന്താണ് അതിനനുസരിച്ച് കൂടുകയാണ്, ഇൻ ദ സെയിം ഡയറക്ഷൻ എന്ന് പറയുന്നെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ, അവര് പോസിറ്റീവ് ആണെന്ന് പറയാം. എന്ത് പറയാം? പോസിറ്റീവ് കോറിലേഷൻ ആണെന്ന് പറയാം. അപ്പൊ നമുക്ക് ഈ കോറിലേഷന്റെ ടൈപ്സ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പൊ അവിടെയാണ് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ സ്ലൈഡിൽ ജസ്റ്റ് നിങ്ങളത് മനസ്സിലാക്കുക. അപ്പൊ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? ഫിഷിന്റെ ലെങ്ത് കൂടുമ്പോൾ വെയിറ്റ് കൂടിയ, അല്ലെങ്കിൽ അവർ രണ്ടുപേരും ഒരേ ഡയറക്ഷനിലേക്കാണ്, സെയിം ഡയറക്ഷനിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കോറിലേഷൻ ആണെന്ന് നമുക്ക് പറയാം. ഇനി വാട്ടർ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഫിഷ് ക്യാച്ച് കൂടാൻ കുറയാം. അപ്പൊ കൂടുകയാണെങ്കിൽ എന്ത് പറയാം? അത് സെയിം ഡയറക്ഷനിലാണ്, അവരെന്താണ്? പോസിറ്റീവ് ആണെന്ന് പറയാം. കുറയുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? നെഗറ്റീവ് ആണെന്ന് പറയാം. ഇനി സലൈനിറ്റി, ഫിഷ് ഗ്രോത്ത്, അതുപോലെ ഫിഷിംഗ് എഫേർട്ടും ഈൽഡും. ഇത് നല്ലൊരു എക്സാമ്പിൾ ആണ്. ഫിഷിംഗ് എഫേർട്ട് കൂടുന്തോറും ഈൽഡ് കൂടുകയാണെങ്കിൽ പോസിറ്റീവ് ആണെന്ന് പറയാം. ഇനി എഫേർട്ട് എത്ര കൊടുത്തിട്ട് ഫിഷിന്റെ ഈൽഡ് ഇല്ല എന്നാണ് നമുക്ക് കിട്ടുന്നെങ്കിൽ എന്ത് പറയാം? അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് കോറിലേഷൻ ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കാം. രണ്ട് വേരിയബിൾ ഉണ്ടാവും, അവരുടെ ഡിഗ്രിയും ഡയറക്ഷൻ ഓഫ് റിലേഷൻഷിപ്പും നമ്മൾ നോക്കുന്നതാണ്, അനാലിസിസ് ചെയ്യുന്നതാണ് കോറിലേഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി കോറിലേഷൻ അനാലിസിസിൽ നമുക്ക് കുറച്ച് ഗ്രാഫ്സ് ഒക്കെ വരച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് മറ്റൊരു കാര്യം നോക്കേണ്ടതെന്ന് വെച്ചാൽ ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് ഈ ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ? വേറൊന്നുമില്ല, രണ്ട് വേരിയബിൾ ഉണ്ടാവും. ഓക്കെ, എന്താണ് ബൈവേരിയേറ്റ് ഡേറ്റയ്ക്കകത്ത് എന്താണ് കാണുന്നത്?
കൺസിസ്റ്റ് ഓഫ് ടു വേരിയബിൾസ്, രണ്ട് വേരിയബിൾസ് ഉണ്ടാവും. ഓക്കെ, വിത്ത് സർട്ടേൺ റിലേഷൻ. അതായത് ഒരു പർട്ടിക്കുലർ റിലേഷൻ ആയിരിക്കും ഇവർക്ക് ഉണ്ടാവും. ഒന്നുകിൽ അവരുടെ എന്താണ് തമ്മിലൊരു പോസിറ്റീവ് റിലേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും നെഗറ്റീവ് റിലേഷൻ ആയിരിക്കും. ഇനി മറ്റൊരു കേസ് ഉണ്ട്, ഒരു റിലേഷനും ഇല്ല, അതിന് നമ്മൾ നോ കോറിലേഷൻ എന്ന് പറയും. ദേ ഇവിടെ ഉണ്ട് നോ കോറിലേഷൻ. തമ്മിൽ ഒരു ബന്ധവും ഇല്ലെങ്കിൽ എന്ത് പറയാം? നോ കോറിലേഷൻ എന്ന് പറയാം. ആൻഡ് ഇനി നമുക്കിവിടെ വേരിയബിൾസ് നമ്മൾ പറഞ്ഞു അല്ലെ, രണ്ട് വേരിയബിൾസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ വേരിയബിൾസ് എന്താവാം? രണ്ട് വേരിയബിൾസും ന്യൂമറിക്കൽ ആവാം. അതായത് എക്സും വൈയും രണ്ട് വേരിയബിൾസ് ഉണ്ട്. ഈ എക്സും വൈയും രണ്ടുപേരും എന്താവാം? ന്യൂമറിക്കൽ ആവാം. അല്ലെങ്കിൽ രണ്ടുപേരും എന്താവാം? കാറ്റഗറിക്കൽ ആവാം. കാറ്റഗറിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? റാങ്കോ ഓർഡറോ ഒക്കെ ഉള്ള ഒരു വാല്യൂവിനെ നമ്മൾ കാറ്റഗറിക്കൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ രണ്ടും ന്യൂമറിക്കൽ വാല്യൂ ആവാം, നമ്പേഴ്സ് ഉള്ള വാല്യൂ ആവാം, അല്ലെങ്കിൽ റാങ്കുകൾ, അതായത് ആദ്യത്തെ ഓർഡർ രണ്ടാമത്തെ ഓർഡറിൽ വരുന്നു അങ്ങനെ പറയുന്ന ഓർഡറിലാവാം. അല്ലെങ്കിൽ ഒരു വാല്യൂ ന്യൂമറിക്കലും മറ്റ് അടുത്ത വാല്യൂ എക്സ് എന്ന് പറയുന്ന ന്യൂമറിക്കലും വൈ എന്ന് പറയുന്നത് കാറ്റഗറിക്കലും ആവാം. അങ്ങനെ മൂന്ന് രീതിയിൽ നമുക്ക് വാരിയബിൾസിനെ എന്ത് ചെയ്യാം? കോറിലേറ്റ് ചെയ്യാം. ആൻഡ് ഇങ്ങനെ കോറിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കോറിലേഷൻ അനാലിസിസ് നമുക്ക് എപ്പോഴും ഒരു അനാലിസിസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത് എങ്ങനെയാണ്? അത് ഡേറ്റ ഫോമിൽ ഇരിക്കുമ്പോഴാണോ അതോ ഗ്രാഫ് ഫോമിൽ ഇരിക്കുമ്പോഴാണോ? എപ്പോഴും ഗ്രാഫിന്റെ രീതിയിൽ ഇരിക്കുമ്പോഴായിരിക്കും നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ പെട്ടെന്ന് മനസ്സിലാവുന്നത് അല്ലെ. അപ്പൊ ഗ്രാഫിന്റെ രീതിയിൽ നമ്മൾ ഇതിനെ പ്ലോട്ട് ചെയ്യും. എങ്ങനെ? ആ പ്ലോട്ട് ചെയ്യുന്ന പ്ലോട്ടിനെ നമ്മൾ പറയുന്നത് സ്കാറ്റർ പ്ലോട്ട്. എന്താണ് പറയുന്നത്? സ്കാറ്റർ പ്ലോട്ട്. ഓക്കെ, അപ്പൊ ഈ എന്താണ് കോറിലേഷൻ അനാലിസിസ് നമ്മൾ എന്ത് വഴിയാണ് ഈ കോറിലേഷൻ നമ്മൾ എന്ത് വഴിയാണ് എന്താ പ്ലോട്ട് ചെയ്യുന്നത്? സ്കാറ്റർ പ്ലോട്ട് വഴിയാണ്. ഓക്കെ, സ്കാറ്റർ. ഇപ്പൊ സ്കാറ്റർ പ്ലോട്ട് വഴിയാണ് നമ്മൾ ഇത് കോറിലേഷനെ പ്ലോട്ട് ചെയ്യുന്നത്. ഇവിടെ തന്നിട്ടുള്ള ഇവിടെ വരച്ചിട്ടുള്ള ഈ പ്ലോട്ടിനെയാണ് എന്ത് ഈ പ്ലോട്ട്സിനെയാണ് നമ്മൾ സ്കാറ്റർ പ്ലോട്ട്സ് എന്ന് പറയുന്നത്. കണ്ടോ? ഇവിടെ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്, വൈ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്, ആൻഡ് ഇവിടെ കുറെ ഡോട്ട് കൊണ്ട് സ്കാറ്റേർഡ് ആയിട്ടുള്ള ഡോട്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ കോറിലേഷൻ കാണിച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ സ്കാറ്റർ പ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എത്രത്തോളം വേരി ചെയ്യുന്നു? ഇനി അതായത് എക്സ് എന്ന് പറയുന്ന വേരിയബിളും വൈ എന്ന് പറയുന്ന വേരിയബിളും എത്രത്തോളം റിലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എത്രത്തോളം വേരി ചെയ്യുന്നു എന്നുള്ളതിന് പറയുന്നതാണ് കോവേരിയൻസ്. ഓക്കെ, ഈ കോറിലേഷന് അതായത് നമ്മൾ കോറിലേഷൻ മെയിൻ ആയിട്ട് സ്റ്റഡി ചെയ്യുന്നത് അവരുടെ റിലേഷൻ അറിയണം, മാത്രമല്ല അവർ എത്രത്തോളം വേരി ചെയ്യുന്നു, ഡിഗ്രി ഓഫ് വേരിയേഷനും അറിയണം. അതിനെയാണ് നമ്മൾ കോവേരിയേഷൻ എന്ന് പറയുന്നത്. ഈ കോവേരിയൻസിനെ പറ്റി നമ്മൾ ഡിസ്പേർഷൻ മെഷർമെന്റ് ചെയ്യുന്ന എന്താണ് കാര്യങ്ങൾ പഠിക്കുമ്പോഴത്തേക്കും അതിന്റെ കൂടെ നമ്മൾ പറയും. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ ഒക്കെ നമ്മൾ പഠിക്കും. അപ്പൊ അതിനോടൊപ്പമാണ് കോവേരിയൻസിനെ പറ്റി പറയുന്നത്, വേരിയൻസ് കോവേരിയൻസിനെ പറ്റി പറയുന്നത്. അപ്പൊ ഇവിടെ ഡിഗ്രി ഓഫ് കോവേരിയേഷൻ നമുക്ക് ഏത് വഴി അറിയാം? കോറിലേഷൻ അനാലിസിസ് വഴി അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ഇനി മൂന്ന് ടൈപ്പ് ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതൊക്കെ ടൈപ്പ് ആണെന്ന്. പോസിറ്റീവ്, നെഗറ്റീവ്, അതുപോലെ നോ കോറിലേഷൻ. അതായത് പ്രത്യേകിച്ച് കോറിലേഷൻ ഒന്നും ഇല്ലാത്ത എന്താണ് വേരിയബിൾസും ഉണ്ടാവും. അതായത് ചിലപ്പോ എക്സാമ്പിൾ ഞാൻ പറയാം. ഫിഷിന്റെ കളർ കണ്ടോ? ഫിഷിന്റെ കളറും വാട്ടറിന്റെ ഡെപ്തും, അതായത് ഒരുപാട് ഡെപ്തിൽ പോകുമ്പോൾ കളർ കൂടുമെന്നോ അല്ലാതെ ഡെപ്ത് കുറയുന്നതോറും കളർ കുറയുമെന്നോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു കോറിലേഷൻ ഇല്ല. അപ്പം അതായത് ഡെപ്ത് കൂടുന്തോറും കളർ കൂടുന്നില്ല, കുറയുന്നില്ല, കളറിനൊരു എഫക്റ്റും ഇല്ല. അല്ലെങ്കിൽ കളർ കൂടുതൽ കാണുന്നത് ഇന്ന ഡെപ്തിലാണ്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് പറയും? നോ കോറിലേഷൻ എന്ന് പറയാം. ഓക്കെ, ആ രണ്ട് വേരിയബിൾ തമ്മിൽ ഒരു കോറിലേഷനും ഇല്ല. ഇനി ഫിഷിന്റെ ലെങ്ത് കൂടുന്തോറും അവരുടെ വെയിറ്റ് കൂടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് പറയാം? പോസിറ്റീവ്. രണ്ടും കൂടുന്നുണ്ട് അല്ലെ? അപ്പൊ അതിന് ഇവിടെ ഇൻക്രീസ് ആണ്, ഇവിടെ ഇൻക്രീസ് ആണ്. അപ്പൊ രണ്ടും ഇൻക്രീസ് ആകുന്നതുകൊണ്ട് അത് പോസിറ്റീവ് എന്ന് പറയാം. ഇനി പൊല്യൂഷൻ കൂടുമ്പോൾ അത് പൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു ബാഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ പൊല്യൂഷൻ കൂടുമ്പോൾ പോപ്പുലേഷൻ കുറയുന്നു. അപ്പൊ ഇവിടെ ഇൻക്രീസും ഇവിടെ ഡിക്രീസും ആണ്. അപ്പൊ അതെന്തായിരിക്കും? ഒരു നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കോറിലേഷൻ അനാലിസിസിലെ ബേസിക്സ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഇനി നമ്മളെ കോറിലേഷൻ അനാലിസിസ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്?
എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു നമ്മൾ ആ വാല്യൂ ഇത്ര റേഞ്ചിനുള്ളിൽ വരുമ്പോഴാണ് അത് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നമുക്കുള്ള ഒരു ഇക്വേഷൻ ആണ് കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. ഓക്കെ, അതിനൊരു ഇക്വേഷൻ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷനെ നമ്മൾ ആർ എന്നാണ് നോട്ട് ചെയ്യുന്നത്. ആർ എന്ന് പറയുന്നത് സ്മോൾ ആർ ആണ്. ഓക്കെ, കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷനെ നമ്മൾ എങ്ങനെയാണ് ഏത് വേരിയബിൾ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സ്മോൾ ലെറ്റർ ആർ ആണ്. ഇനി അതിന്റെ ഇക്വേഷൻ എന്താണ്? സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ആണ്. ഈ 2 എന്ന് കൊടുത്തിട്ടുള്ളത് ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, ആൻഡ് ഇൻറ്റു സിഗ്മ വൈ മൈനസ് വൈ ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. അപ്പൊ ഇതിൽ ഓരോന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മീൻ എന്താണെന്ന് പഠിച്ചതാണ്. അപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇവിടെ എക്സ് എന്ന് കൊടുത്തിട്ടുള്ളത് എന്താണ്? ഫസ്റ്റ് വേരിയബിൾ. നമ്മുടെ ആദ്യത്തെ നമ്മൾ കോറിലേറ്റ് ചെയ്യാൻ പോകുന്ന വേരിയബിൾ ആണ് എക്സ്. ഓക്കെ, രണ്ടാമത്തെ വേരിയബിൾ ആണ് വൈ. അപ്പൊ എക്സിന്റെയും വൈയുടെയും റിലേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ എന്താണ്? എക്സ് ഫസ്റ്റ് വേരിയബിൾ ആണ് എക്സ്, സെക്കൻഡ് വേരിയബിൾ ആണ് വൈ. ഇനി എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എക്സ് ബാർ എന്ന് കണ്ടാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ മീൻ ആണെന്നാണ് അർത്ഥം. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻ. ഓക്കെ, എക്സ് ബാർ എന്താണ്? മീൻ. മീൻ ഓഫ് എന്തിന്റെ? എക്സ്. എക്സ് എന്ന് പറയുന്ന ഫസ്റ്റ് വേരിയബിളിന്റെ മീൻ ആണ് എക്സ് ബാർ. ഓക്കെ, ഇനി വൈ എന്ന് പറയുന്ന രണ്ടാമത്തെ വേരിയബിളിന്റെ മീൻ ആണ് വൈ ബാർ. ഓക്കെ, അപ്പൊ എക്സ് ബാർ എന്താണെന്നും വൈ ബാർ എന്താണെന്നും മനസ്സിലാക്കാം. ഇനി ഇക്വേഷൻ പഠിക്കാൻ എളുപ്പമല്ലേ? സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു സിഗ്മ വൈ മൈനസ് വൈ ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. ഇതാണ് കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു നമ്പർ ലൈൻ പോലെ കൊടുത്തിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഒരു നമ്പർ ലൈൻ കണ്ടല്ലോ. ഓക്കെ, ഈ നമ്പർ ലൈനിൽ -1 രണ്ട് എക്സ്ട്രീമിറ്റീസ് വരച്ചിട്ടുണ്ട്. ആ രണ്ട് എക്സ്ട്രീംസും ഇതാണ്, -1 +1. ഇനി അതിന്റെ നടുവില് 0 മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കോറിലേഷന്റെ വാല്യൂ കിടക്കുന്നത് -1നും 1നും ഇടയ്ക്കാണ്. ഏതിന്റെ ഇടയ്ക്കാണ്? -1നും +1നും ഇടയ്ക്കാണ് എന്താണ് കോറിലേഷന്റെ വാല്യൂ, അതായത് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷന്റെ വാല്യൂ കിടക്കുന്നത്. ഈ ആറിന്റെ വാല്യൂ ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് +1. ഓക്കെ, അത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എല്ലാവരും എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് 0ക്കും 1നും ഇടയ്ക്ക് ആയിരിക്കും, അങ്ങനെയൊക്കെ തിങ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഓപ്ഷനിലും ഉണ്ടാവും അങ്ങനെ. പക്ഷെ ശരിക്കും കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷന്റെ വാല്യൂ എവിടെയാണ് വരുന്നത്? -1നും +1നും ഇടയ്ക്കാണ് വരുന്നത്. അപ്പൊ ഈ ഒരു നമ്പർ ലൈൻ ശ്രദ്ധിക്കുക. ഇവിടെ നോക്കിയാൽ അറിയാം കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഈക്വൽ ടു -1. അപ്പൊ r ഈക്വൽ ടു -1 എന്ന് പറയുന്ന പോയിന്റ് ആണ് ഈ കാണിക്കുന്ന പോയിന്റ്. ഓക്കെ, ഈ ഒരു പോയിന്റില് നമുക്ക് പറയാം എന്താണ്? എക്സ് എന്ന് പറയുന്ന വേരിയബിളും വൈ എന്ന് പറയുന്ന വേരിയബിളും തമ്മിലുള്ള കോറിലേഷൻ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് നെഗറ്റീവ് ആയിരിക്കും. എന്താണ് പെർഫെക്റ്റ് നെഗറ്റീവ്? ഇവിടെ കണ്ടോ, ഇഫ് r ഈക്വൽ ടു -1, ആറിന്റെ വാല്യൂ -1 ആണെങ്കിൽ അതെന്താണ്? പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണ്. എന്താണ് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ? അപ്പൊ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള വേരിയബിൾസ്, എക്സാമ്പിൾ പൊല്യൂഷനും ഫിഷിന്റെ പോപ്പുലേഷനും രണ്ട് വേരിയബിൾസ് ആണല്ലോ. അവർ തമ്മിലുള്ള കോറിലേഷൻ -1, കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ -1 എന്ന് പറഞ്ഞ വാല്യൂ ആണ് കിട്ടിയത് എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അത് ഒരു പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണ് എന്നാണ്. പെർഫെക്റ്റ് നെഗറ്റീവ്. ഇനി r ഈക്വൽ ടു +1, അതായത് ഫിഷിന്റെ ലെങ്തിനനുസരിച്ച്, അല്ലെങ്കിൽ ഫിഷിന്റെ ലെങ്തും ഫിഷിന്റെ വെയിറ്റും, ഓക്കെ, അവരുടെ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ +1 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അതൊരു പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. അപ്പൊ ബോത്ത് എക്സ്ട്രീമിറ്റീസും എന്താണ്? പെർഫെക്റ്റ് ആണ്, അല്ലെ? അപ്പൊ -1 ആണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവും, +1 ആണെങ്കിൽ പെർഫെക്റ്റ് പോസിറ്റീവും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇതുവരെ നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് ആദ്യം മുതൽ ഒന്നും കൂടെ കാണുക, അതിനുശേഷം ബാക്കി നോക്കാം. ഓക്കെ, ഇനി r ഈക്വൽ ടു 0
ആർ ഈക്വൽ ടു 0 എന്നുള്ള ഒരു പോയിന്റ് കണ്ടല്ലോ. അപ്പൊ ആർ ഈക്വൽ ടു 0 ആണ് നമ്മളിവിടെ തന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇവർ തമ്മിൽ എന്താണ് ഒരു കോറിലേഷനും ഇല്ല. ഓക്കെ, നമ്മൾ കോറിലേഷൻ പറയുമ്പോഴത്തേക്കും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളിവിടെ ലീനിയർ കോറിലേഷൻസ് മാത്രമേ സ്റ്റഡി ചെയ്യുന്നുള്ളൂ. ഇവിടെ കണ്ടോ, ലീനിയർ ആയിട്ടുള്ള കോറിലേഷൻസ് മാത്രമാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, അത് മാത്രമേ കോറിലേഷൻ അനാലിസിസ് വഴി നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റുള്ളൂ. ലീനിയർ റിലേഷൻസ് മാത്രം. ഇനി ഇവർ തമ്മിൽ രണ്ട് വേരിയബിൾസ് എക്സ് വൈയും തമ്മിൽ ലീനിയർ ആയിട്ടുള്ള റിലേഷൻസ് ഇല്ല. ഓക്കെ, പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് അവർക്ക് വേറെ എന്തോ റിലേഷൻ ഉണ്ട്. അത് എന്ന കോറിലേഷൻ അനാലിസിസ് വഴി നമുക്ക് കണ്ടെത്താൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടി എന്ന് പറഞ്ഞാൽ 0 കോറിലേഷൻ ആണ്. ഓക്കെ, കാരണം എന്താണ്, അവർ തമ്മിൽ ലീനിയർ ആയിട്ട് ഒരു കോറിലേഷൻ ഇല്ല. വേറെ എന്തോ രീതിയിലൊക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷെ ലീനിയർ ആയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ അത് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആർ ഈക്വൽ ടു 0 എന്ന് വന്നു കഴിഞ്ഞാൽ അതെന്താണ്, നോ കോറിലേഷൻ. അവർ തമ്മിൽ ലീനിയർ കോറിലേഷൻ ഒന്നും ഇല്ല. വേറെ എന്തെങ്കിലും രീതിയിൽ കോറിലേഷൻ ഉണ്ടായിരിക്കും, പക്ഷെ ലീനിയർ കോറിലേഷൻ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, നോ കോറിലേഷൻ, 0 കോറിലേഷൻ. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഈ 0 മുതൽ ഈ +1 വരെ, 0 മുതൽ +1 വരെയുള്ള ഈ പോർഷൻ ഇതെന്തായിരിക്കും, പോസിറ്റീവ് കോറിലേഷൻ കാണിക്കുന്ന ഏരിയ ആയിരിക്കും അല്ലെ. ഇതെന്തായിരിക്കും, പോസിറ്റീവ് കോറിലേഷൻ കാണിക്കുന്ന ഏരിയ ആയിരിക്കും. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും വരുന്ന ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, ആറിന്റെ വാല്യൂ ഈ +1നും 0യ്ക്കും ഇടയ്ക്കാണെങ്കിൽ, ഇവിടെ നോക്കിയാൽ അറിയാം 0 ലെസ് ആർ ലെസ് +1. അപ്പൊ അങ്ങനെ ഒരു ഇതിനകത്താണ് വരുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, ആറ് ആ കോറിലേഷൻ എന്താണ്, പോസിറ്റീവ് കോറിലേഷൻ ആണെന്നാണ് അർത്ഥം. ഇനി അടുത്ത് ആറിന്റെ വാല്യൂ 0യ്ക്കും -1നും ഇടയിലാണ്. അപ്പൊ -1 ലെസ് ആർ ലെസ് 0 എന്നാണ്. -1നും 0യ്ക്കും ഇടയിലാണ് വാല്യൂ എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, നെഗറ്റീവ് കോറിലേഷനിലാണ് എന്നാണ് അർത്ഥം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. -1 ആണ് വാല്യൂ എങ്കിൽ ആറ് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണ്. ആറിന്റെ വാല്യൂ +1 ആണെങ്കിൽ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. ആർ ഈക്വൽ ടു 0 ആണെങ്കിൽ 0 കോറിലേഷൻ ആണ്. ഇനി ആർ ലെസ് 0 ലെസ് ആർ ലെസ് +1 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ അർത്ഥം പോസിറ്റീവ് കോറിലേഷൻ എന്നും, -1 ലെസ് ആർ ലെസ് 0 എന്നാണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ അർത്ഥം നെഗറ്റീവ് കോറിലേഷൻ എന്നുമാണ്. ഇനി ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ ഇനി മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയാം. ഈ 0യ്ക്ക് തൊട്ടടുത്ത് വരുന്ന ഈ സൈഡാണ്. ഓക്കെ, നെഗറ്റീവ് കോറിലേഷൻ ആണ്, എന്നാൽ 0യോട് അടുത്തടുത്താണ് ഇരിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, വീക്ക് നെഗറ്റീവ് എന്ന് പറയാം. എന്ത് പറയാം, വീക്ക് നെഗറ്റീവ് എന്ന് പറയാം. ഓക്കെ, ഇനി -1നോട് അടുത്താണ് ഇരിക്കുന്നതെങ്കിൽ വാല്യൂ നമുക്ക് എന്ത് പറയാം, സ്ട്രോങ് നെഗറ്റീവ് എന്ന് പറയാം. അതുപോലെ തന്നെ ഇവിടെ പോസിറ്റീവ് കോറിലേഷൻ ആണ്, എന്നാൽ 0യോട് അടുത്താണ് വാല്യൂ വരുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും, അതിനെ വീക്ക് പോസിറ്റീവ് എന്ന് പറയും. എന്നാൽ +1ന്റെ അടുത്തേക്കാണ് വാല്യൂ വരുന്നതെങ്കിൽ അത് നമ്മൾ എന്ത് പറയും, സ്ട്രോങ് പോസിറ്റീവ് എന്ന് പറയും. ഇനി ഈ -1ന് അപ്പുറമോ +1ന് അപ്പുറമോ വാല്യൂ പോവുകയാണെങ്കിൽ എന്താണ്, നമ്മൾ എന്താണ് പറയുന്നത്, അതായത് കോറിലേഷൻ നമുക്ക് എന്ത് കോറിലേഷൻ ആണെന്ന് പറയും, അത് നമ്മുടെ എന്താണ് കോറിലേഷനുള്ളിൽ വരുന്ന ഒരു കാര്യമല്ല അല്ലെ. ഈ -1നും +1നും ഇടയ്ക്ക് വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോറിലേഷൻ അനാലിസിസ് വഴി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ബിയോണ്ട് ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. എപ്പോഴും കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷന്റെ വാല്യൂ -1നും +1നും ഇടയിൽ മാത്രമായിരിക്കും വരുന്നത്. വേറെ എന്ത് വാല്യൂ തന്നാലും നിങ്ങൾ ഓർത്തോണം, എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷനകത്ത് വരുന്ന കാര്യം അല്ല, അല്ലെങ്കിൽ കോറിലേഷൻ അനാലിസിസിനകത്ത് വരുന്ന ഇതല്ല എന്ന് ആ വാല്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം. ഇവിടെ -1നും +1നും ഇടയ്ക്കാണ് എന്ത് വരേണ്ടത്, കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷന്റെ ആറിന്റെ വാല്യൂ വരേണ്ടത്. ഓക്കെ, ഇനി നമ്മള് ഇൻ കേസ് നമുക്ക് ഇതുവരെ ഗ്രാഫ് ഒന്നും എക്സാമിന് കണ്ടിട്ടില്ല, ഇൻ കേസ് വരികയാണെങ്കിൽ എന്താ +1 എന്ന് പറഞ്ഞാൽ ആർ ഈക്വൽ ടു +1 എന്ന് പറയുന്ന പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷന്റെ ഗ്രാഫ് ആണ് ഈ തന്നിട്ടുള്ളത്, ഫസ്റ്റ് ഗ്രാഫ്. ഓക്കെ, ഞാൻ ഈ പോയിന്റർ വെച്ച് കാണിക്കുന്ന ഗ്രാഫ് ആണ് ആർ ഈക്വൽ ടു +1ന്റെ ഗ്രാഫ്. ഇവിടെ കണ്ടോ, എക്സിന്റെയും വൈന്റെയും കോറിലേഷൻ എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനിലാണ്, പോസിറ്റീവ് ആയിട്ടാണ് പോകുന്നത്. ആൻഡ്
ആ ലൈനിലാണ് എന്ത് വരുന്നത്, നമ്മുടെ വേരിയബിൾസിന്റെ വാല്യൂ കോയിൻസൈഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇതിനെയാണ് നമ്മൾ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഈ പെർഫെക്റ്റ് നെഗറ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നെഗറ്റീവ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. പക്ഷെ പോയിന്റിന്റെ ഇൻസിഡൻസ് എന്താണ്, ഗ്രാഫിൽ തന്നെയാണ് വരുന്നത്, ആ ലൈനിൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഇതാണ് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷന്റെ എന്ത് ഗ്രാഫ്. ഇനി സീറോ കോറിലേഷൻ ആണെങ്കിൽ ഇങ്ങനെ, അത് എങ്ങോട്ടാ, പോയിന്റ്സിന് ഒരു ബന്ധമില്ല, വെച്ചാൽ രണ്ടുപേരുടെ പോയിന്റ്സിനും ബന്ധമില്ല, അവർ തമ്മിലൊരു ലീനിയർ റിലേഷൻ ഇല്ല എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി പോസിറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ എന്താണ്, ഈ ഒരു ലൈനിന്റെ രണ്ട് ഭാഗത്തായിട്ട് ചേർന്നായിരിക്കും എന്ത് കാണുന്നത്, ആറിന്റെ വാല്യൂ, അല്ലെങ്കിൽ സ്കാറ്റർ ആയിട്ട് പോകുന്ന ആ ഡോട്ട്സ് കാണുന്നത് എവിടെയായിരിക്കും, ഈ ഒരു ലൈനിന്റെ ചുറ്റുമായിരിക്കും. അതിന്റെ പോസിറ്റീവ് ഡയറക്ഷനിലേക്കായിരിക്കും ആ ഡോട്ട്സ് പോകുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് പോസിറ്റീവ് കോറിലേഷൻ. നെഗറ്റീവ് കോറിലേഷൻ ഇങ്ങനെയായിരിക്കും, നെഗറ്റീവ് ആയിട്ട് പോകണം, അതായത് കണ്ടോ, ആ ലൈനിന്റെ ചുറ്റുമായിരിക്കും പോകുന്നത്. അപ്പൊ ഇതാണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമ്മൾ പറയുന്നത്. കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഇപ്പൊ കണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ അത് പറഞ്ഞത്. ഇനി അതിന്റെ ആപ്ലിക്കേഷൻസ് ആണ് ഉള്ളത്. ആപ്ലിക്കേഷൻസ് ഒന്നുമില്ല, എളുപ്പമാണ്. ലെങ്ത് വെയിറ്റ് റിലേഷൻഷിപ്പ്, നമ്മൾ ഫിഷിന്റെ ലെങ്ത് വെയിറ്റ് റിലേഷൻഷിപ്പ് പഠിക്കുന്ന സമയത്ത് അതിന്റെ ഗ്രോത്ത് പാറ്റേണിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, കോറിലേഷൻ അനാലിസിസ് യൂസ് ചെയ്യാം. അതായത് ഫിഷ് ലെങ്ത് എപ്പോഴും വെയിറ്റിനോടനുസരിച്ച് ലെങ്ത് കൂടുതലായിരിക്കും എന്നുള്ളത്. ഓക്കെ, അതായത് അതിന്റെ ലെങ്ത് കൂടുമ്പോൾ വെയിറ്റ് കൂടും. ഓക്കെ, ഫിഷിന്റെ ഗ്രോ ചെയ്യുന്ന സമയത്ത് അതിന്റെ ലെങ്ത് കൂടുന്ന സമയത്ത് അതിന്റെ വെയിറ്റ് കൂടും എന്നുള്ളത് ഒരു ലെങ്ത് വെയിറ്റ് റിലേഷൻഷിപ്പ് ആണ്. നമുക്ക് കോറിലേഷൻ അനാലിസിസ് വഴി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ദെൻ എൻവയോൺമെന്റൽ സ്റ്റഡീസിന് ഹെൽപ്പ് ചെയ്യും. അതായത് എന്താണ്, ടെമ്പറേച്ചറും ഫിഷ് അബണ്ടൻസും തമ്മിലുള്ള ബന്ധം, സലൈനിറ്റിയും ഫിഷ് സർവൈവലും തമ്മിലുള്ള ബന്ധം, ഡിസോൾഡ് ഓക്സിജനും ഗ്രോത്തും തമ്മിലുള്ള ബന്ധമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കോറിലേഷൻ അനാലിസിസ് വഴി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ദെൻ ഫിഷ് പ്രൊഡക്ഷൻ സ്റ്റഡീസിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. അതായത് ഫിഷിംഗ് എഫേർട്ട്, ക്യാച്ച് തമ്മിലുള്ള ബന്ധം, ഫീഡ് ക്വാണ്ടിറ്റിയും അക്വാകൾച്ചർ ഈൽഡും, അതായത് എത്ര ക്വാണ്ടിറ്റിയിൽ ഫീഡ് കൊടുത്താലാണ് എത്ര ഈൽഡിൽ എന്താണ് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഈൽഡ് എത്രയാവും എന്നുള്ളതിന്റെ കോറിലേഷൻ നമുക്ക് ഈ ഒരു പ്രോസസ്സ് വഴി, ഈ ഒരു അനാലിസിസ് വഴി കണ്ടെത്താൻ കഴിയും. ദെൻ പൊല്യൂഷൻ അസസ്മെന്റിൽ നമുക്ക് യൂസ് ചെയ്യാം. അക്വാകൾച്ചർ മാനേജ്മെന്റ്, അതായത് ഈ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ സ്റ്റോക്ക് ഡെൻസിറ്റി എന്ന് പറയുന്ന കാര്യം. അതായത് എത്ര എണ്ണത്തിനെ സ്റ്റോക്ക് ചെയ്താലാണ് നമുക്ക് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. അപ്പൊ ഇതിലൊക്കെ, അതുപോലെ വാട്ടർ ക്വാളിറ്റി ഡിസീസ് ഒക്കറൻസ്, എത്ര വാട്ടർ ക്വാളിറ്റി കൂടുന്തോറും ഡിസീസ് ഒക്കറൻസ് കുറഞ്ഞു വരും അല്ലെ, അതൊരു നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ്, അതുപോലെ ഡിസീസ് ഒക്കറൻസ് കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും, വാട്ടർ ക്വാളിറ്റി മോശമായിരിക്കും എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കോറിലേഷൻ അനാലിസിസ് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ കോറിലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഈ ഒരു പോർഷനിൽ നിന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, എന്താണ് കോറിലേഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ എല്ലാ പോർഷൻസും പഠിപ്പിച്ചതിന് ശേഷം ആ പ്രീവിയസ് ഇയർ വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ കോറിലേഷനിൽ ക്വസ്റ്റ്യൻ ഉണ്ട് എന്ന് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്കും ചെക്ക് ചെയ്യാൻ പറ്റും, നെറ്റിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ അതിൽ നോക്കിയാൽ അറിയാം കോറിലേഷനിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ഇടാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഓർഡറിൽ എന്താണ് കുറച്ച് ഇൻഫർമേഷൻ ആയിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും. അപ്പൊ അടുത്ത് നമുക്ക് ഡിസ്പേർഷൻ മെഷർ ചെയ്യുന്ന കാര്യങ്ങളായിട്ട് നമുക്ക് വരാം. ടിൽ ദെൻ ബൈ.